പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ ഡിഫാൾട്ടായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻ കാണുമല്ലോ, അതിലൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് കേട്ടോ. ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇതിന്റെ കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പിക്ചറുകൾ ഹൈഡ് ചെയ്ത് വെക്കാനും ബാക്കപ്പ് ചെയ്ത് വെക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഗൂഗിളിന്റെയാണ്. അഥവാ നിങ്ങളുടെ ഫോണിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. അതില് ഒന്ന് രണ്ട് അടിപൊളി അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ആവും എന്നാണ് എന്റെ വിശ്വാസം. അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറയുന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു പിക്ചർ എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പിക്ചർ ഗാലറിയിൽ നിന്ന് എടുത്തതാണ്. ഇതിൽ നമുക്ക് ഒരു ആളെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഈ സൈഡിലായി ഒരു ഐക്കൺ വന്നത് കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഒന്ന് പറഞ്ഞോട്ടെ, ഇതിൽ നിങ്ങൾക്ക് ഈ ഐക്കൺ അല്ല വന്നത്, ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഐക്കണാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടൂൾസുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇതേ രീതിയിലായി മാറും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. ഞാൻ എല്ലാ ടൂൾസുകളും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഐക്കണിൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. നമുക്കിതിൽ ഒരാളെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അല്ലെന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ ഇതുപോലെ വിരൽ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ അതേ രീതിയിൽ ഏകദേശം അതേ രീതിയിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കത് നേരെ ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ആ വസ്തു മുഴുവനായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി മുഴുവനായിട്ട് കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളിതുപോലെ, അപ്പോൾ നമുക്ക് എഐയുടെ ആ സാങ്കേതിക വിദ്യ തന്നെ കറക്റ്റായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ വ്യക്തി ഫുള്ളായിട്ട് റിമൂവ് ആവാൻ കണക്കിനുള്ള ആ ഒരു കവചം വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ എറൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജനറേറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു സൈറ്റിലോ ഒരു ആപ്ലിക്കേഷനിലോ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ആക്കാൻ നമുക്ക് കഴിയത്തില്ല. ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുള്ളതാണ്. എന്ത് കറക്റ്റായിട്ട് അത് റിമൂവ് ആയെന്ന് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കണം. ആ ബാക്കിലെ ആ ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. ഇനി ഞാൻ മറ്റൊരു പിക്ചർ എടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഈ പിക്ചർ ഇതേപോലെ എടുക്കാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് അതുപോലെ നേരത്തെ കൊടുത്തതുപോലെ എഡിറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കളർ പോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തികളുടെ ഫോട്ടോ മാത്രം കളറിലും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റില് ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് പോയിട്ട് അടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ആയത് നമുക്ക് കാണാൻ സാധിക്കും. അത് പോയിട്ട് വേറൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ അപ്ഡേറ്റിനും ഓരോ ടൂൾസ് ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ചിലപ്പോൾ നമുക്ക് എല്ലാ ടൂൾസും ഒരു അപ്ഡേറ്റ് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ഇതുപോലെ ഈ ആരോ മാർക്ക് ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത ടൂൾസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ അതിനുശേഷം നമുക്ക് ഇതിൽ ടൂൾസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചറുകളെല്ലാം ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതാണ്ടോ, മറ്റൊരു ആപ്ലിക്കേഷന്റെ ക്യാമറയുടെ ഒന്നും ആവശ്യമില്ലാതെ എന്ത് ക്ലിയർ ആയിട്ട് അത് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് അത് ബ്ലർ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിത് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. വളരെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഗൂഗിൾ
ഫോട്ടോസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങൾക്ക് ഇതുപോലെ മാജിക് എറേസർ, കളർ ഫോക്കസ്, അഡ്ജസ്റ്റ്, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് പല പല ഓപ്ഷനും ഇതിലുണ്ട്. അനേകം ഫിൽറ്ററുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഒരു ഫോട്ടോ നമുക്ക് ഏതെല്ലാം രീതിയിൽ ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗൂഗിൾ ഫോട്ടോസിൽ കൊണ്ട് കേട്ടോ. നിങ്ങളിത് നോക്കിയാൽ മതി. ടെക്സ്റ്റ് ആഡ് ചെയ്യാനും എല്ലാ കാര്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ട്. സേവ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഇത് നിങ്ങൾ നോക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. എം കെ ചോയ്സ്.